നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പരസ്പരം പഴിചാരി LDFും UDFും ഏറ്റുമുട്ടുന്നതിനിടെ കോൺഗ്രസിനെതിരെ കടുത്ത രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുകയാണ് BJP. സ്വർണ്ണക്കൊള്ളയുമായി കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന ആരോപണമുയർത്തി കുറ്റപത്രം രാഷ്ട്രീയ ആയുധമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനാണ് BJPയുടെ തന്ത്രം. ഈ നീക്കം എങ്ങനെയെല്ലാം നടപ്പാക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ ശനിയാഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അവലോകനത്തിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുന്നിൽ വെച്ച് പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം ശക്തമാക്കാനുള്ള രാഷ്ട്രീയ രൂപരേഖയും യോഗത്തിൽ രൂപപ്പെടുത്തുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പടയൊരുക്കം. സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലൂടെ പോരിന് തുടക്കമിട്ട് കഴിഞ്ഞു. UDFിൽ കോൺഗ്രസ് ഇപ്പോൾ രണ്ടാം കക്ഷിയാണെന്നും മുസ്ലിം ലീഗാണ് ഒന്നാം കക്ഷിയെന്നുമാണ് മറ്റൊരു പ്രചാരണം. മലബാറിൽ മാത്രമല്ല തെക്കൻ ജില്ലകളിലും ലീഗിന്റെ വളർച്ച ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നീക്കം. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വാർഡ് തലം തൊട്ടുള്ള റിപ്പോർട്ട് പരിഗണിക്കുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്നത്തെ പ്രധാന ചർച്ച. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ എല്ലാ തരത്തിലുമുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കടുത്ത നടപടികൾ ഒഴിവാക്കുന്നതാകും നല്ലതെന്ന അഭിപ്രായവുമുണ്ട്. BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പ്രചാരണം തുടങ്ങുവാനുള്ള നിർദ്ദേശവും കോർ കമ്മിറ്റി യോഗത്തിലുണ്ടാകും. പ്രധാന നേതാക്കൾ മത്സരിക്കേണ്ട മണ്ഡലങ്ങളെ പറ്റിയും ധാരണയുണ്ടാകും. തിരുവനന്തപുരത്ത് നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിലാകും. മോദിയുടെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് BJP. കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. പോറ്റിയും സ്വർണം വാങ്ങിയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രതിയും ഒരുമിച്ചാണ് അവിടെ പോയത്. തട്ടിപ്പുകാർ എങ്ങനെയാണ് ഇത്തരം സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ കണ്ടതെന്നാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. കേസിൽ അടൂർ പ്രകാശിന്റെ പേര് വരുന്നത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്ന് അടൂർ പ്രകാശ് പറയുന്നു. പോറ്റി വിളിക്കുന്ന സ്ഥലത്ത് പോകേണ്ട ആളാണോ അടൂർ പ്രകാശ് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് പകരം UDF കൺവീനർ കൊഞ്ഞനം കുത്തുകയാണെന്ന് വിമർശിച്ചു. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയിൽ നിന്നാണ് വന്നതെന്ന് അടൂർ പ്രകാശ് നേരത്തെ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. അടൂർ പ്രകാശ് MP ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണെന്നും ഒരു ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. CM ഓഫീസിനെ പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ആരും കരുതേണ്ട എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വച്ചത്. അതേസമയം അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുങ്ങുകയാണ്. പരമാവധി 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിലെ പ്രതികൾക്ക് അറസ്റ്റിലായി 60 ദിവസത്തിനുള്ളിൽ പ്രാഥമിക കുറ്റപത്രമെങ്കിലും നൽകാനായില്ലെങ്കിൽ കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കുവാൻ അവസരമൊരുങ്ങും. ഒക്ടോബർ 10 ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17 ആദ്യം അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയായിരുന്നു. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഒക്ടോബർ 23 മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിനെ നവംബർ 1 അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 3 പേരുടെയും അറസ്റ്റ് കഴിഞ്ഞ 60 ദിവസം പിന്നിട്ടെങ്കിലും പ്രാഥമിക കുറ്റപത്രം പോലും നൽകുവാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല.